നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മിന്നൽ മുരളി സിനിമയ്ക്ക് പിന്നിലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഷൂട്ടിംഗ് സീനുകളെ പറ്റിയാണ്. മിന്നൽ മുരളി സിനിമയിൽ നമുക്ക് ഒരുപാട് VFX സീനുകൾ കാണാമെങ്കിലും ഇതിൽ പ്രാക്ടിക്കൽ എഫക്ട്സും ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് റണ്ണിംഗ് സീൻ. മിന്നൽ മുരളി സിനിമയിൽ നായകൻ അതിവേഗത്തിൽ ഓടുന്നത് കാണാൻ സാധിക്കും. ഇത് പൂർണ്ണമായും VFXിലൂടെ ക്രിയേറ്റ് ചെയ്യാം എന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ മറ്റു വഴികളെ പറ്റി ചിന്തിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ആശയമാണ് മാജിക് കാർപ്പറ്റ്. മാജിക് കാർപ്പറ്റ് എന്നാൽ സിനിമകളിൽ ഉപയോഗിക്കുന്ന ഒരുതരം റണ്ണിംഗ് ടെക്നിക്കാണ്. യഥാർത്ഥത്തിൽ ഡോഗിന് ഓടുന്നത് ഒരു മൂവിംഗ് കാർപ്പറ്റിന് മുകളിലൂടെയാണ്. ഈ കാർപ്പറ്റ് ഒരു വാഹനവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. വാഹനം മൂവ് ആവുമ്പോൾ അതിനോടൊപ്പം കാർപ്പറ്റ് മൂവ് ആവുന്നു. അതായത് ഒരു ട്രെഡ്മില്ല് പോലെ. പിന്നീട് വയറിങ്ങിന്റെ സപ്പോർട്ടിൽ ഫോഴ്സ് ചെയ്യുമ്പോഴാണ് സ്പീഡിൽ ഓടാൻ സാധിക്കുന്നത്. ഈ സെയിം ടെക്നിക്ക് പല സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്ലാനറ്റ് ഓഫ് ദി ഏപ്സ് സിനിമയിലെ റണ്ണിംഗ് സീൻ, അതുപോലെ തന്നെ ബ്ലാക്ക് പാന്തർ സിനിമയിലെ റണ്ണിംഗ് സീൻ, ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ ക്യാപ്റ്റന്റെ റണ്ണിംഗ് സീൻ. അങ്ങനെ ഒരുപാട് സിനിമകളിൽ മാജിക് കാർപ്പറ്റുകൾ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് മിന്നൽ മുരളി സിനിമയിലെ ഫൈറ്റ് സീനുകളാണ്. മിന്നൽ മുരളി സിനിമയുടെ ഫൈറ്റ് കോറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് വ്ളാഡ് റിംബർഗ് ആണ്. ലൂസിഫർ, ഗ്യാങ്സ് ഓഫ് ലണ്ടൻ തുടങ്ങി ഒരുപാട് സീരീസുകളുടെയും സിനിമകളുടെയും സ്റ്റണ്ട് കോറിയോഗ്രാഫറാണ് വ്ളാഡ് റിംബർഗ്. അതുപോലെ തന്നെ ബാഹുബലി 2ന്റെ ഫൈറ്റ് ടീമിലും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ വർഷം പുറത്തിറങ്ങിയ മോർട്ടൽ കോംബറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോ ഗെയിം അടക്കം ബാറ്റ്മാൻ ഗെയിം സീരീസുകളിലും ഫൈറ്റ് കോർഡിനേറ്ററായി ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ വർഷം പുറത്തിറങ്ങിയ പൗസ് ഓഫ് ഫ്യൂരി ദ ലിജൻഡ് ഓഫ് ഹാങ് എന്ന ആനിമേറ്റഡ് മൂവിയിലും ഇദ്ദേഹം തന്നെയാണ് ഫൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മൂവീസ്, ഗെയിംസ്, ആനിമേഷൻ തുടങ്ങി മുഴുവൻ മേഖലകളിലും കഴിവ് തെളിയിച്ച ഒരു സ്റ്റണ്ട് മാസ്റ്ററാണ് മിന്നൽ മുരളിയുടെ സ്റ്റണ്ട് മാസ്റ്ററായിട്ടുള്ള വ്ളാഡ് റിംബർഗ്. അടുത്തത് മിന്നൽ മുരളിയുടെ മേക്കപ്പ് സെഷനാണ്. പ്രോസ്തെറ്റിക് മേക്കപ്പ് രീതികളാണ് മിന്നൽ മുരളി സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസ്തെറ്റിക് മേക്കപ്പ് എന്നാൽ കഥാപാത്രത്തിനനുസരിച്ച് ഒരാളിൽ രൂപമാറ്റം വരുത്തുന്ന മേക്കപ്പ് രീതിയാണിത്. ഉദാഹരണത്തിന് 30 വയസ്സുള്ള ഒരാളെ 80 വയസ്സുള്ള ഒരാളാക്കി മാറ്റുക. അതുപോലെ സോംബി ഫേസ്, മോൺസ്റ്റർ ഫേസ് ഇതെല്ലാം പ്രോസ്തെറ്റിക് മേക്കപ്പാണ്. മിന്നൽ മുരളിയുടെ ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടി 3 മണിക്കൂർ കൊണ്ടാണ് ഷിബു എന്ന ക്യാരക്ടറെ ഡെവലപ്പ് ചെയ്തെടുത്തത്. അതുപോലെ തന്നെ മിന്നൽ മുരളി സിനിമയിലെ ആക്ഷൻ സീനുകൾ ഗ്രീൻ സ്ക്രീൻ സെറ്റുകളിൽ ഷൂട്ട് ചെയ്തതാണ്. ആക്ഷൻ. 3, 2, 1, action! Look! The camera! And 3, 2, 1, action!
ഫാസ്റ്റായിട്ട് ഓടിക്കുന്നതെന്ന് നോക്കി നമുക്ക് ഇവൻച്വലി കിട്ടിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ മാജിക് കാർപ്പറ്റ് സീക്വൻസ്. പ്രാക്ടിക്കൽ എഫക്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അപ്പോൾ സൂപ്പർ ഹീറോ റൺ ഇതെങ്ങനെയൊക്കെയാണ് ഗ്രീൻ സ്ക്രീനിലാണോ 10 മില്ലിലാണോ എങ്ങനെയാണ് ഫാസ്റ്റായിട്ട് ഓടിക്കുന്നതെന്ന് നോക്കി നമുക്ക് ഇവൻച്വലി കിട്ടിയ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ മാജിക് കാർപ്പറ്റ് സീക്വൻസ്.